ഓന്തായാലും വെക്കുന്നതാ ഓറ് ഇവിടെ വന്നിട്ട് പറഞ്ഞതേനും ഒന്നും വൈറലാക്കി ഖത്തറിൽ പോകുന്നു ഗൈസ്. ഓവറാക്കി കൊളാക്കുന്നത് ഇവരാണ് തന്നെ. ഗൈസ് വീടുമ്പോ ഡ്രാക്കുള പണ്ടത്തെ എന്തുവാണ് ഇത്രയും ആൾക്കാരുണ്ട്. മൊഞ്ചം കാരണം പണ്ടത്തെ ഷാറൂഖ് ഖാൻ ഇപ്പോ ഉപ്പ പറഞ്ഞല്ലോ സത്യേനു ലാഞ്ചിന് പോയല്ലോ. ഹായ് ഗൈസ്, എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പോവാണ്. അപ്പം ഷേവ് ചെയ്യാനും മുടി വെട്ടാനൊക്കെ വന്നു. അപ്പം മോനെയും കൂട്ടി അങ്ങനെ ഞങ്ങൾ ഷേവ് ചെയ്യാനും മുടി വെട്ടാനൊക്കെ വന്നു. അപ്പോൾ ഈ പാർക്കിങ്ങിൽ വണ്ടി വെച്ചപ്പോൾ ആരോ കാറ്റ് വീഴ്ച വിട്ടു. അപ്പം ഓടിച്ചുകൊണ്ട് പഞ്ചർക്കടയിൽ പോയി പഞ്ചർ എടുക്കുന്ന സീനാണ്. രാവിലെ തന്നെ വയലായി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫിഷ് മാർക്കറ്റ് പോയി, വടകര ഫിഷ് മാർക്കറ്റ്. വടകര ഫിഷ് മാർക്കറ്റിലേക്ക് എൻട്രിയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് അക്കൂറ മീൻ, കിങ് ഫിഷ് മീൻ മേടിക്കാനുണ്ടായിരുന്നു, അത് മേടിച്ചു. ചുറ്റുപാടും കുറച്ചൊന്ന് വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. നല്ല വെറൈറ്റി മീൻസൊക്കെ ഉണ്ടായിരുന്നു. ആവോലി, കൂന്തൽ, അത് ഇത്, കൊഞ്ചൻ, കല്ലുമക്കായി. ആ ഗായ്സ് വീടുമ്പോ ഡ്രാക്കുള പണ്ടത്തെ ദിനോസർ അവർക്കത്തെ പെട്ട തന്നെ ഇതല്ലേ. എന്താ പോവാത്ത ഒരു പേടിയില്ലാത്ത, നമ്മളെ കണ്ടിട്ടൊരു പേടിയില്ലാത്ത. അത് ശരിയുണ്ടോ? എൻ്റെ മുതല ഓടുന്ന പോലെ ഉണ്ടല്ലോ. ശ്യാം, ഇത് ഉമ്മാൻ്റെ ആങ്ങള മുസേക്ക. എൻ്റെ മൊഞ്ചം കാരണം പണ്ടത്തെ ഷാറൂഖ് ഖാൻ ഇപ്പോ ഇത് മാർക്കറ്റില്ല. നീ ഞാൻ പോകുന്നല്ലേ, ചടയനും പൊടയനും നിർത്തിയില്ല. അപ്പൊ അതിന്റെ ആഘോഷം. ചടയാ ഓവറാക്കി കൊളാക്കുന്നത് ഇവരാണ് തന്നെ. എന്റെ ചാനൽ റീച്ചായി വരുന്നുണ്ടല്ലേ. ഇനി ഐസു ഉപ്പാപ്പാനോട് പോയാൽ മതി. ഉപ്പാപ്പ തള്ളിയിട്ട് നോക്കിയായി. ഉപ്പ പറഞ്ഞല്ലോ സത്യേനു ലാഞ്ചിന് പോയല്ലോ. നിങ്ങളുണ്ടേനു അടിയിട്ടിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഇല്ല ഉപ്പാക്ക് ഓറഞ്ച് ജ്യൂസ് കാണാണ്ട് കൊണ്ടുകൊടുക്കുന്ന മോള്. ഗൈസ്, എന്തുവാണ് ഇത്രയും ആൾക്കാരുണ്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്നത്. മോശം, അത് ഉപ്പിട്ട ജ്യൂസ് ആവല്ലോ മോനെ, പഞ്ചസാര ഇല്ലാത്തത്. അമ്മായി വായിലടച്ച പക്ഷി വന്നു. ഐസു വായിലടക്ക പക്ഷിയൊക്കെ പോകും. ആ കൂട്ടിന്റെ അടുത്തൊക്കെ നടന്ന ഞങ്ങള് നായ്ക്കള് പ്രശ്നം ഉണ്ടാക്കിയത് നോക്കി റോഡ്. ഇതെല്ലാം 5 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യുന്നല്ലേ. എനക്ക് എന്റെ ടാർഗറ്റ് ആയിരിക്കും. ഓന്തായാലും വെക്കുന്നതാ ഓറ് ഇവിടെ വന്നിട്ട് പറഞ്ഞതേനും ഒന്നും വൈറലാക്കി. ഇന്നലത്തെ വീഡിയോ ചെയ്തതെന്ന് ഓ ഇവിടെ വന്നിട്ട് തന്നെ എന്റെ വീഡിയോ ഒന്ന് നാട്ടുകാർ അറിയിക്കണം. ഞാള് വാട്സപ്പിൽ ഇട്ട് കൊടുക്കും, ഒരു സാധനം ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ചാനലിടണം വിചാരിച്ചില്ല. അപ്പൊ അന്നേരം അന്ന് തട്ടിക്കൂട്ടി എന്നാ പിന്നെ ചാനലും ഇടാന്ന് വിചാരിച്ചാ. ഓനെ ഒന്ന് ഇവിടെ ഒന്ന് അറിയപ്പെടുത്തി കൊടുത്തു. ആ അതന്നെ, വേറൊന്നുമില്ല. എന്റെ ട്രേഡ് മാർക്ക് അതാണ്. അല്ല ഖത്തറിൽ പോകുന്നു ഗൈസ്. വീട്ടില് എൻ്റെ മൂമ്മമാരൊക്കെ ഉണ്ട്. ബേബിയെ നോക്കണമെന്നല്ലേ അമ്മച്ചൂടെ.
ബിരിയാണി വാങ്ങില്ല. ഇടിവെട്ടിയതായാലും അതുപോലെ എല്ലാത്തിനും പരസ്യം ചെയ്തു തരാ. സമീപിക്കുക. ചോറ് അടിപൊളിയാന്ന് പറയുന്നത്. റഷീദ് എന്നാ കളിയാക്കി പറഞ്ഞല്ലേ. കടയാ സ്മെല്ലിക്ക് ഹസ്ബി ചുമ്മാ പക്ഷികളോട് കളിക്കുന്നില്ല, കുറ്റം മൊത്തം പക്ഷികളെ പറഞ്ഞിട്ട്. ആരോട് ആ ടാക്സി അഞ്ചപ്പുണ്ട് എന്തായാലും ജോലി വിളി നിങ്ങൾ അഞ്ചപ്പുണ്ടേ വെറുതെ എന്റെ കാരണമാണ് തിരിഞ്ഞോട്ട നാട്ടുകാർക്ക് പറകൾ ശമസു എന്റെ മോളെ ജോബ് വെച്ച് ഇപ്പൊ അങ്ങനെ പറയല്ലേ. കുറച്ച് ടേസ്റ്റ് ചോദിക്കോ നിങ്ങള്? 3 മണിക്കായോ വെച്ച് പിന്നെ ഇത് പോത്ത് ബിരിയാണി പോത്തല്ല, ചിക്കനാ. മീനുണ്ട് ചിക്കനുണ്ട്, രണ്ടും. 10 കൊടുക്കണം. അല്ല നീപ്പം മിക്സ്ചറ്, ബിസ്ക്കറ്റ്, മുട്ട, മണ്ട പൊരിച്ചത്. Hi guys, this is my brother and 2 other brothers, Jasir and Ismail and Reemha. Jasir ka sorry. Jasir ka നേരത്തെ വിളിച്ചിട്ട് ജസീർ വീഡിയോ പറ അങ്ങനെ ഇപ്പൊ രാത്രി ഇന്നൊരു 12 മണി. ഷംസൂക്ക അറിയുന്ന ആളെ കണ്ട അന്നേരം, അറിയാത്ത ആളെ കണ്ട കാര്യം എന്താണ് 30,000 എനിക്ക് 25,000 കിട്ടി. പക്ഷെ ആയുസ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല പൈസ വിറ്റാലോ. അവനെ വെറുതെ ഒരു ചാടിച്ചിട്ട് ഓ അങ്ങനെ ഗ്രൂപ്പില്ലേ മറ്റേ വീഡിയോ ഇല്ലേ. Hey guys, this is my cousin brother Nawaz. അപ്പോൾ ഞാനിന്ന് പോണാണ് ഗൈസ്. അപ്പം ഗൈസ് ചടയനും പൊടയനെല്ലാം ഗുഡ് ബൈ. കാലിക്കറ്റ് എയർപോർട്ട്. കരച്ചിൽ കെട്ടിപ്പിടിച്ച് വേണാവില്ലല്ലോ. വീട്ടിൽ പറയുന്ന കാലിക്കറ്റ് എയർപോർട്ടിൽ ഭയങ്കര തിരക്കാണ് ഗൈസ്. 1 മണിക്കൂറായി ക്യൂ നിൽക്കണം.
അങ്ങനെ ഞാൻ വിശന്ന് വലഞ്ഞ് എയർപോർട്ടിൽ നിന്നും ഒരു മസാല ടീയും ഒരു ചിക്കൻ ബർഗറും, മസാല ടീ ഇങ്ങനെ ഇളക്കി ഒരു ബൈറ്റ് എടുത്ത ചിക്കൻ ബർഗറും പിന്നെ ഷുഗർ ഒന്നുകൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയ ചായ മസാല. ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ എന്ന് പറയാം, അത് വന്നു. ഫോയിൽ പേപ്പർ മാറ്റിയപ്പോൾ അതിൽ നല്ല സോസേജ്, 2 പീസ് ഓഫ് പൊട്ടാറ്റോ ആൻഡ് സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ചീസ്. സോ സോസേജ് വാസ് ഓക്കെ ആൻഡ് 1 പീസ് ഇത് കഴിച്ചു. പൊട്ടാറ്റോ അത് ഓക്കെ ആയിരുന്നു. സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ചീസ് വാസ് ഗുഡ്, ടേസ്റ്റി ആൻഡ് യമ്മി, ചീസി. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചീസ് ഉണ്ടായിരുന്നു, അതൊരു കൗതുകത്തിനൊന്ന് ഓപ്പണാക്കി നോക്കി. പിന്നെ ഉള്ളതൊരു വാട്ടറാണ്, ചെറിയൊരു വാട്ടർ, കേക്ക്, ഒരു ബണ്ണ്, എയർ ഹോസ്റ്റസിൻ്റെ കേക്ക് കഴിച്ചു. ചായ കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ ജ്യൂസ് പറഞ്ഞു, എനിക്കൊരു ആപ്പിൾ ജ്യൂസ് തരുന്ന സീനാണിത്. അടുത്തുള്ള ആൾ ഒരു ബിയർ പറഞ്ഞു, ബിയർ പൊട്ടിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പം അയാളത് കുടിച്ച് വീണ്ടും ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിലെ, ഇതാണ് നമ്മൾ വിൻഡോ സൈഡിൽ ഇരുന്നുകൊണ്ട് മെയിൻ എക്സിറ്റിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഹാൻഡിലിൻ്റെ അടിയിലായിരുന്നു സൈഡ് ടേബിൾ, എന്താ പറയുക, ഫുഡ് ടേബിൾ ഇങ്ങനെ താത്തിയിട്ടലായിരുന്നു. അപ്പം ഒരു ചേച്ചി ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ വീണ്ടും വേസ്റ്റൊക്കെ എടുക്കാൻ വന്നു. ഇതാണ് ഫ്ലൈറ്റിലെ സീന്, ഗൾഫ് എയറാണ്. ആൾക്കാരിങ്ങനെ കുറേ ഉറങ്ങിയും കുട്ടികളെ കരച്ചിലൊക്കെ ആയി. ഫ്ലൈറ്റ് യാത്ര നല്ല ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു, നല്ല ഫ്ലൈറ്റായിരുന്നു, ഉറങ്ങാൻ പറ്റിയ നല്ലോണം. അങ്ങനെ ലാൻഡിങ് പൊസിഷനാണിത്. ലാൻഡ് ചെയ്തു. അങ്ങനെ ബഹ്റൈൻ എയർപോർട്ടിലേക്കുള്ള എൻട്രി കാണുകയാണ്. അങ്ങനെ ഇറങ്ങുന്നു, എയർപോർട്ടിലേക്ക് നടക്കുന്നു. എയർപോർട്ട് നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള എയർപോർട്ട് കേട്ടോ. ബഹ്റൈൻ എയർപോർട്ട് സൂപ്പറാണ്. ഇതാണ് ഞാൻ വന്ന ഫ്ലൈറ്റ്, ഗൾഫ് എയർ. ഇതാണ് ഫ്ലൈറ്റ്. ട്രോളി ബാഗും കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ഒരു വീൽ ചെയറിൽ 2 അമ്മച്ചി നന്ദിക്കൊണ്ടുവന്ന സീന്. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ടൈം പാസിന്. പിന്നെ ബഹ്റൈൻ അവിടെ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിസ്സക്ക് 5.3 നാട്ട കാണിക്കുന്നത്, 33 റിയാലാന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. ഗൾഫ് എയറിന് ടിക്കറ്റ് എടുത്തത്. അപ്പം ബഹ്റൈൻ ടച്ചാണ്. അപ്പോൾ ബഹ്റൈൻ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കും 1.5 മാസം മുന്നേ എടുത്താൽ. അപ്പോൾ 2 വേ ടിക്കറ്റിന് എത്ര അറൗണ്ട് ആയത്? 270 അതിൽ 1700 റിയാല് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബഹ്റൈൻ ടച്ചിനാ. ബെസ്റ്റ് കച്ചവടമാണെന്ന് മനസ്സിലായി. പിസ്സ റെഡി ആയി കഴിഞ്ഞാൽ ഇത് ബീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോയി കളക്ട് ചെയ്യാം. എൻ്റെ പിസ്സ റെഡിയാന്ന് പറഞ്ഞ് വിളിക്കുന്നു ഗൈസ്. പോയി പിസ്സ കളക്ട് ചെയ്യട്ടെ. പിസ്സ കളക്ട് ചെയ്യാൻ പോകാം ഗൈസ്. അടിപൊളി. യാ, താങ്ക് യു സോ മച്ച്. അത് സംഭവം ഇതാണ് എൻ്റെ പിസ്സ. ഓക്കെ ഐസ് നീ കാണുന്നുണ്ടാ? പാപ്പ കമ്മിങ് സൂൺ. ഒക്കെ ബഹ്റൈനിൽ നിന്ന് മേടിച്ച പിസ്സയാണ് എക്സ്ട്രാ കഴിഞ്ഞ് വയ്ക്കലും ഗൈസ്. കഴിഞ്ഞ് വയ്ക്കും ബഹ്റൈനിലെ പിസ്സ. കുഴപ്പമില്ല, നല്ല വിശപ്പുണ്ട്. So I'm going to have it. 1 slice of pizza.
എന്താടാ ചീസൊന്നും ഇല്ലാത്ത പിസ്സ? നമ്മൾ ഖത്തറിലെ പിസ്സ കഴിക്കണം. നാട്ടിലെ പിസ്സ ഇതൊന്നും സ്റ്റഡി ആവുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ മടക്കി കഴിക്കണമല്ലോ. ഇതുപാടോ ബഹ്റൈൻകാരെ. ആദ്യം മറ്റേ കൊറിയണ്ടോ മല്ലിച്ചപ്പ കാണുന്നത്. എന്ത് പിസ്സ ചെയ്ത് ഒരു ഉറപ്പില്ലാത്ത പിസ്സ. എനിവേ സ്മെല്ല. ടേസ്റ്റ് വൈസ് ഓക്കെ. ടേസ്റ്റിനോ ടേസ്റ്റ് വൈസ് ഓക്കെ. അടിപൊളി. മല്ലിച്ചപ്പിന് കുറ്റം പണികളോടും പിസ്സേൻ്റെ കൂടെ മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നട്ടലില്ലാത്ത പിസ്സ ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കുന്നത് കണ്ടോളൂ ഗൈസ്. റോൾ ചെയ്യാം, പിടിക്കാം, കഴിക്കാം. കാലിക്കറ്റ് എയർപോർട്ട് ഗൈസ്, ബഹ്റൈൻ എയർപോർട്ട് പൊള്ളിയാണ്. ബഹ്റൈനെയും കൂടി മറിച്ച് പിസ്സ കംപ്ലീറ്റ് ചെയ്യണം. ബഹ്റൈൻ എയർപോർട്ട്. ഇതാണ് ഒരു ഫ്ലൈറ്റ് പോകുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാ ഫ്ലൈറ്റിൻ്റെ പേര്? വൺ വേൾഡ്. ഇങ്ങനെയാണ് ഫ്ലൈറ്റ് പോകുന്നത് കേട്ടോ. പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബഹ്റൈൻ എയർപോർട്ട് കാണാൻ നല്ല നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഹ്യൂജാണ്. Bahrain Airport. റോബർട്ടിനൊക്കെ ജ്യൂസ് സർവീസ് ചെയ്യും. മുജിറ്റോ ഐസ്ക്രീം. പിസ്സാണിത്. That guys, Bahrain airport, not bad. അടിപൊളി എയർപോർട്ടല്ല, കുഴപ്പമില്ലല്ലോ. It's good. Bahrain duty free.